ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പതിച്ചടിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് നെക്കും ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, എന്നിട്ട് ചെറിയ കട്ടുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. ഇപ്പോൾ ഷോൾഡർ ജോയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് തിരിച്ചെടുത്ത് പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗവും ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗവും കൂടി ചേർത്ത് വെച്ചിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല ക്യാൻവാസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ശരിക്കും ശ്രദ്ധിച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് ഉള്ളിലാണോ, കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഒപ്പമായിട്ടിരിക്കണം. എന്നിട്ടിങ്ങനെ വെച്ച് നോക്കണം നമ്മൾ ശരിക്കുമാണോ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിനി അടുത്ത ഭാഗവും അതുപോലെ വെച്ച് കൊടുക്കുക. ബാക്ക് പോർഷൻ്റെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഷോൾഡർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒപ്പമാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ബാക്ക് പോർഷൻ്റെ ക്യാൻവാസും ഫ്രണ്ട് പോർഷൻ്റെ ക്യാൻവാസും കൂടി ഒരുമിച്ച് വന്നേക്കുന്നുണ്ട്. അതുപോലെ ഒപ്പം ഇരിക്കണം, എന്നാലേ നമ്മൾ ഷോൾഡർ അടിച്ചിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഒപ്പം ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക ഒരു സൈഡ്, എന്നിട്ട് നമുക്ക് ഇനി മറ്റേ സൈഡും കൂടെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് നമ്മളിനി തിരിച്ച് ഒന്നും കൂടെ റിട്ടേൺ അടിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഭാഗം നീണ്ട് നിൽപ്പുണ്ടാവും. അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ നെക്ക് തിരിച്ചെടുക്കുമ്പോൾ ഒത്തിരി കട്ടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ ഭാഗവും ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ഭാഗവും കൂടി പിടിച്ച് വലിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ പോർഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. അതോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് പതിച്ചടിക്കാനായിട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് പതിച്ചടിച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിച്ചെടുക്കുവാണ്. തീർത്തും അരികെ ചേർത്തത് സൈഡ് ചേർത്തിട്ട് വേണം നമ്മൾ പതിച്ചടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് പതിച്ചടിച്ചെടുക്കണം. ഇനി അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ കംപ്ലീറ്റ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.